ഇതൊരു സ്റ്റോറിയല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ സ്റ്റോറിയാണ്. എനിക്ക് അനുഭവമുള്ളതാണ്. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ പൊട്ടന്മാരുണ്ടോ, വിഡ്ഢികളുണ്ടോ, മലന്തീനികളുണ്ടോ? എങ്കിൽ ഉണ്ടെന്ന് ഞാൻ പറയും. ഒരു വീഡിയോ. ഇതൊരു സ്റ്റോറിയല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ സ്റ്റോറിയാണ്. എനിക്ക് അനുഭവമുള്ളതാണ്. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കണം. ഇനിയത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികളും ഇതുപോലെ വിഡ്ഢികളായ മനുഷ്യർ കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അപമാനമാണ്, മലയാളികൾക്ക് അപമാനമാണ്. കാരണം കേരളത്തെ പറ്റി ഒന്നും അറിയാത്ത ഒരു നാറി കേരളത്തെ വിഭജിക്കാൻ വേണ്ടി, അവിടെ ഹിന്ദു മുസ്ലിം തമ്മിൽ തെറ്റിപ്പിക്കുവാൻ വേണ്ടി ഇതുപോലൊരു സിനിമ എടുക്കുമ്പോൾ യഥാർത്ഥ ഹിന്ദുവും മുസൽമാനും അതിനെ എതിർക്കണം. കേരളത്തെ പറ്റി അറിയാത്ത ഒരു നാറി കേരളത്തിലെ മതേതരത്വം തകർക്കുവാൻ വേണ്ടി ഇതുപോലെ സിനിമ എടുക്കുമ്പോൾ പ്രബുദ്ധ മലയാളികൾ തടയണം, പ്രതികരിക്കണം. അറ്റ്ലീസ്റ്റ് പ്രതികരിച്ചില്ലെങ്കിൽ ചിരിച്ചു തള്ളണം. ഇതുപോലത്തെ വിഡ്ഢികളായ മലന്തീനികളായ മനുഷ്യർ കേരളത്തിന് അപമാനമാണ്. കേരളത്തെപ്പറ്റി ഒന്നും അറിയാത്ത, കേരളം കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത ഈ നാറിയെ കൊണ്ട് കേരളത്തിലെ മതേതരത്വം തകർക്കാൻ കഴിയുമെങ്കിൽ അവൻ ചാണകം തിന്നുന്നവനാണെങ്കിലും അവനിക്ക് കൊടുക്കാൻ നമുക്കൊരു ബിഗ് സല്യൂട്ട്. കാരണം കേരളത്തിൽ വിഡ്ഢികളുണ്ട് എന്ന് തെളിയിച്ചവനാണവൻ. അതുകൊണ്ടാണവൻ നിരന്തരമായി കേരള സ്റ്റോറി എന്ന സിനിമ എടുക്കുന്നത്. കേരളത്തിലെ മതേതരത്വം തൊലയാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ചാണകം തീനിയായ മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നറിയുമ്പോൾ വളരെ ഖേദകരമാണ്. ഇതുപോലെ സിനിമയെ പ്രൊമോട്ട് ചെയ്യുവാൻ ഇന്ത്യൻ ഭരണാധികാരികൾ തന്നെ മുന്നോട്ട് വരുന്നത് ഇന്ത്യയുടെ മതേതരത്വം തകർന്നു എന്നതിൻ്റെ ലക്ഷണം മാത്രമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാനാജാതിയിൽപ്പെട്ടവർ രക്തവും ജീവനും കൊടുത്ത് നേടിയെടുത്ത ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ അമ്പേ പരാജയപ്പെടുത്തുക. മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ബീഫും പൊറോട്ടയും. ആ ബീഫിനെ പറ്റിയാണ് ചെറിയ ഒരു കണ്ടന്റ് ഈ ട്രെയിലറിൽ വന്നിരിക്കുന്നത്. ഈ സിനിമ വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ആകുമെന്ന് ദൈവത്തിനറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം. 2014 മുമ്പ് വരെ ബീഫ് നക്കി തിന്ന ഇതുവനെ പോലെയുള്ള നാറികൾ ഇപ്പോൾ ബീഫിനെതിരാണ്. സംഘികളുടെ ജീവിതം നോക്കണേ. ഇന്നലെ വരെ മൂക്കുമുട്ടെ ബീഫ് തിന്നവർ ഇന്ന് ഉടമകളുടെ ആജ്ഞാനുവർത്തി അനുസരിക്കേണ്ടി വന്ന അടിമകളായിരിക്കുന്നു. ഓന്തുണ്ടല്ലോ, മരയോന്ത്, അതിന് റബ്ബർ പാല് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഇപ്പോൾ കേരള സംഘികളുടെ അവസ്ഥ. കേരളത്തിലെ സംഘികൾ കൂലിപ്പണിക്ക് പോകുന്നു മുസ്ലിങ്ങളുടെ വീട്ടിൽ. പണി കഴിഞ്ഞ് കൂലിയും വാങ്ങിയിട്ട് വീട്ടിൽ ചെന്നിട്ട് മുസ്ലിങ്ങളെ തെറിയും പറയുന്ന കേരള സംഘികൾ ഇപ്പോൾ കേരളത്തിൽ സുലഭമായി കാണാൻ കഴിയും.